ഹായ് ഓൾ, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ ചിയ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡ് ആവശ്യമാണ്, കോക്കനട്ട് മിൽക്ക്, പിന്നെ ഫ്രഷ് ക്രീം അമൂലിൻ്റെ എടുത്തിരിക്കുന്നത്, അതുപോലെ 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ചിയ സീഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പുഡിംഗ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ നമ്മുടെ ഹാന കൃഷ്ണ ചെയ്ത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നാളികേരപ്പാലുണ്ട്. അപ്പോൾ അത് ഈ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇത് ഞാൻ 1 മുറി നാളികേരത്തിൻ്റെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, നെസ്ലയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതിൻ്റെ മിനി പാക്കാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും നന്നായിട്ട് എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അടുത്തത് നമ്മുടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അതും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഇതിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിയ സീഡ് ഉണ്ട്. ചിയ സീഡ് എന്ത് ചെയ്യുക, ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ കഴിക്കാമെന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്, അതിന് ശേഷമാണ് ഞാനെടുത്ത് കഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ കഴിക്കാം. അപ്പോഴും ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.